അങ്ങനെയാണ് റോഷി പാലുമായിട്ടും നമുക്ക് സംസാരിക്കാം. റോഷി, ഇപ്പം നോക്കൂ, ദീപക് മലയമ്മയും സാനിയോയും അതുപോലെ അല്ലമീനും അതത് ക്യാമ്പുകളിലെ അവരുടെ കാൽക്കുലേഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്, പ്രതീക്ഷകളാണ്. അതിനാസ്പദമായി ചില ബൂത്ത് കണക്കുകളുമൊക്കെ അവർ പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്, ഒന്ന് ഈ പറയുന്ന കണ്ണാടി പഞ്ചായത്തിലുണ്ടായ ശതമാന വോട്ടുകളുടെ കുറവ്. അത് CPM ഭരിക്കുന്ന പഞ്ചായത്താണ്. 8% കുറവാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം CPM അഭിമുഖീകരിക്കാൻ പോകുന്നൊരു പ്രശ്നം, ഇപ്പം 46,000 എന്ന് പറയുമ്പോൾ 36,000 ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പ്രമോദിന് കിട്ടിയ വോട്ട്. 46 എന്ന് പറയുന്ന അവരുടെ കണക്ക് 10,000 വോട്ട് പ്രമോദിനേക്കാൾ കൂടുതൽ സരിൻ പിടിക്കും എന്നുള്ളതാണ്. സരിൻ ഒരു 100 വോട്ടെങ്കിലും കൂടുതൽ പിടിച്ചിട്ടില്ല എങ്കിൽ, അഥവാ കഴിഞ്ഞ പ്രാവശ്യം പ്രമോദിൻ പിടിച്ച വോട്ടിനേക്കാൾ കുറവാണ് പിടിക്കുന്നത് എങ്കിൽ, പ്രത്യേകിച്ച് കണ്ണാടി പഞ്ചായത്തിലെ വലിയ വോട്ട് ശതമാനത്തിൻ്റെ കുറവ് വന്നിട്ടുള്ള സാഹചര്യത്തിൽ ആ CPM-നെ സംബന്ധിച്ചിടത്തോളം അതൊരു ചെറിയ വെല്ലുവിളി ആയിരിക്കത്തില്ല. അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന പ്രമോദ് പിടിച്ച വോട്ടിനേക്കാൾ താഴത്തേക്ക് പോകാനുള്ള സാധ്യത, സരിൻ വോട്ട് വർദ്ധിപ്പിക്കില്ല എന്ന് മാത്രമല്ല താഴത്തേക്ക് പോകാനുള്ള സാധ്യത, അത്തരത്തിൽ എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? ഗുഡ് ഈവനിങ് ഉണ്ണി ബാലകൃഷ്ണൻ, സുജയ സ്മൃതി. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ അടിയൊഴുക്കുകൾ. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ് അവിടെ പ്രചാരണ ഘട്ടത്തിലൊന്നും ഞാനോ അല്ലെങ്കിൽ ദിലീപോ അല്ലെങ്കിൽ സാനിയോ മനോമിയോ ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ആ പ്രചരണവുമായി താരതമ്യം ചെയ്യുമ്പോൾ, ആ സാഹചര്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ വ്യത്യസ്തമാണ് ഈ തവണത്തെ തെരഞ്ഞെടുപ്പ്. കാരണം ത്രികോണ മത്സരത്തിന് അരങ്ങൊരുങ്ങിയത് മാത്രമല്ല, 3 മുന്നണികൾക്കിടയിലും അടിയൊഴുക്കുകൾ കൃത്യമായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഒന്ന്, കണ്ണാടിയിൽ വലിയ രീതിയിൽ CPM-ന് വേരോട്ടമുണ്ടെങ്കിലും കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷമുണ്ടായ ഇടമല്ല. ഇവിടെ സത്യത്തിൽ പാലക്കാട് നഗരസഭയിൽ BJPക്ക് വലിയ മേൽക്കൈയുണ്ട്. മറ്റൊന്ന്, പിരായിരി പഞ്ചായത്തിൽ UDF-ന് മേൽക്കൈയുണ്ട്. മറ്റിടത്തിൽ നിന്നൊക്കെ കിട്ടുന്ന വോട്ടുകൾ ചേർത്താണ് LDF-ൻ്റെ ഒരു വോട്ട് ബാങ്ക് അങ്ങനെയാണ്. പക്ഷേ കണ്ണാടിയിൽ ഈ തവണ LDF അവകാശപ്പെടുന്നത് വലിയ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് PK ശ്രീമതി ടീച്ചർ, ഒപ്പം CPM-ൻ്റെ മറ്റൊരു നേതാവ് K അനിൽകുമാർ, മന്ത്രി MB രാജേഷ് അടക്കം അവിടെ ക്യാമ്പ് ചെയ്തു പല ഘട്ടങ്ങളിലായി. ശ്രീമതി ടീച്ചറൊക്കെ ആ മണ്ഡലത്തിൽ തന്നെ, പഞ്ചായത്തിൽ തന്നെ താമസിച്ചാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണാടി പഞ്ചായത്തിൽ പ്രചാരണത്തിനെത്തിയപ്പോൾ അവിടെ ഉണ്ടായ ജനസാന്നിധ്യം, യുവാക്കളുടെ അടക്കം സാന്നിധ്യത്തിലാണ് LDF-ൻ്റെ പ്രതീക്ഷയും. അതുകൊണ്ട് തന്നെ ഈ തവണ കണ്ണാടി പഞ്ചായത്തിൽ നിന്നും AK ബാലൻ്റെ ഭാഷയിൽ പറയുന്നത് പോലെയുള്ള വോട്ട് ചോർച്ച, മതേതര വോട്ടുകൾ UDF ക്യാമ്പിലേക്ക് പോകും എന്നത് തടയാൻ കഴിയും എന്ന് തന്നെയാണ് LDF ക്യാമ്പ് നേരത്തെ പറയുന്നത്. ഈ തവണ മുഴുവൻ വോട്ടുകളും, LDF-ൻ്റെതായ മുഴുവൻ വോട്ടുകളും ചോരാതെ തങ്ങളുടെ പെട്ടിയിലേക്ക് എത്തിക്കുക എന്ന ഒരു ലക്ഷ്യം മാത്രമായിരുന്നു LDF ക്യാമ്പിനുണ്ടായിരുന്നത്. 2ാം സ്ഥാനം ലക്ഷ്യമിട്ടാണ് LDF-ൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയതും. മറുഭാഗത്ത് BJP-യും ഒപ്പം കോൺഗ്രസുമാകട്ടെ UDF-ഉം NDA-യും വളരെ കൃത്യമായി അവർ വിജയിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുമ്പോൾ ഇത് ശ്രദ്ധേയമായിരുന്നു അവരുടെ പ്രവർത്തനം. ഈ തവണ 2ാമതെത്തിയാൽ അടുത്ത തവണ അട്ടിമറി വിജയം കരസ്ഥമാക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടലായിരുന്നു LDF-ന്. ഏതായാലും ഇപ്പുറത്തേക്ക് പിരായിരി പഞ്ചായത്തിൽ അല്ലെങ്കിൽ മാത്തൂരിലായാലൊക്കെ, അതിൽ പിരായിരിയിൽ UDF-ന് വലിയ മുന്നേറ്റം ഉണ്ടാകേണ്ടതാണ്. പക്ഷേ NDA സംവിധാനം ഈ ചരിത്രത്തിലില്ലാത്ത വിധം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ കണ്ടതാണ്. LDF-ഉം ഈ തവണ നന്നായി രംഗത്തിറങ്ങി. UDF സംവിധാനം എല്ലാ മേഖലയിൽ നിന്നും, സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏറ്റവും പ്രഗത്ഭരായ തെരഞ്ഞെടുപ്പ് മാനേജർമാർ എന്നറിയപ്പെടുന്ന കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാർ, അടൂർ പ്രകാശ്, ബെന്നി ബെഹനാൻ, KC ജോസഫ് തുടങ്ങിയ എല്ലാ നേതാക്കളെയും രംഗത്തിറക്കിയാണ് UDF ക്യാമ്പ് പ്രവർത്തനവുമായി മുന്നോട്ട് പോയത്. പക്ഷേ ഈ കണക്കുകൾ പരിശോധിച്ചാൽ പൊതുവെ കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ പറയുന്നത്, അവരുടെ ഭാഷയിൽ കോൺഗ്രസിൻ്റെ കണക്ക് അത് കൊട്ടക്കണക്ക് എന്നാണ് UDF നേതാക്കൾ തന്നെ വിശേഷിപ്പിക്കാറുള്ളത്. കാരണം തെരഞ്ഞെടുപ്പ് ഒരു ഉത്സവമായി ആഘോഷിക്കും, വോട്ടെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞാൽ ആലസ്യത്തിലേക്ക് പോകുന്നതാണ് കോൺഗ്രസിൻ്റെ ഒരു പതിവ് രീതി. പക്ഷേ CPM സംവിധാനം അങ്ങനെയല്ല. അവർ കൃത്യമായി ബൂത്തുകളിൽ നിന്നും കണക്കുകൾ ശേഖരിക്കും. ആ കണക്കുകൾ വെച്ച് അവർ ഏതാണ്ട് എത്ര വോട്ട് UDF-ന്, എത്ര വോട്ട് LDF-ന്, എത്ര വോട്ട് നോട്ടയ്ക്ക് അല്ലെങ്കിൽ സ്വതന്ത്രന്മാർക്ക് എന്നുള്ള ഒരു ഏതാണ്ട് കണക്കുണ്ടാക്കും. ആ കണക്ക് അത് കൃത്യമാകണമെന്നില്ല, എങ്കിൽ പോലും കണക്കുകൾ തയ്യാറാക്കി മേൽക്കമ്മിറ്റി കൊടുക്കുന്നതാണ് LDF-ൻ്റെ രീതി. ഈ തവണ NDA ചെയ്തത് ഇതൊന്നുമല്ല. അവസാനം സന്ദീപ് വാര്യർ കൂടുമാറിയതോടെ NDA-യിലുണ്ടായ ഒരു ഐക്യം, പ്രത്യേകിച്ച് ഈ മൂത്താൻതറയടക്കം വലിയ ഭിന്നതയുണ്ടായിരുന്നു. വടക്കന്തറ, മൂത്താൻതറയടക്കമുള്ള BJPക്ക് യന്ത്രങ്ങളുണ്ടായ ഭിന്നത ആശങ്കയായിരുന്നു. K സുരേന്ദ്രൻ ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച അന്നു മുതൽ ഇവിടെ ക്യാമ്പ് ചെയ്തു, പാലക്കാട് മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് വലിയ ആശങ്കയോടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവരെ അലട്ടിയത് മൂത്താന്തറയിലെ ആ ഭിന്നതയാണ്.
ആ ഭിന്നത പരിഹരിക്കാൻ സന്ദീപ് വാര്യരുടെ പോക്കോടെ കൃത്യമായി സാധിച്ചു. അവിടെയുള്ള പല ആളുകളുമായി ബന്ധപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ പുറത്തുള്ള മറ്റു പലരും അവിടെയുള്ള സുഹൃത്തുക്കളുമായി സംസാരിച്ച് ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ റിപ്പോർട്ടർമാരോട് പറഞ്ഞത് അവിടെ ഐക്യമുണ്ടായതിൻ്റെ പ്രധാന കാരണം സന്ദീപ് വാര്യർ RSSനെ തള്ളിപ്പറഞ്ഞതോടെ അവർക്ക് ആത്മാഭിമാനം, ആ ആത്മാഭിമാനം കണക്കിലെടുത്ത് അവർ വോട്ട് ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചവർ പോലും അന്ന് വോട്ട് ചെയ്യാൻ പക്ഷേ ഈ പോളിംഗ് ശതമാനം നോക്കുമ്പോൾ ഈ മൂത്താൻതറ, വടക്കൻതറ, കൽപ്പാത്തി എന്നിവിടങ്ങളിൽ പോളിംഗ് അല്പം കുറഞ്ഞിട്ടില്ലേ കഴിഞ്ഞ തവണത്തേക്കാൾ? ഈ തവണ ഈ പോളിംഗ് ശതമാനം കുറവ് ഉണ്ടാകുന്നതടക്കം NDAയും LDFും UDFും ഒരുപോലെ പറയുന്നത് പരസ്പരം അത് ഞങ്ങളുടെ വോട്ടല്ല, ഞങ്ങളുടെ വോട്ടുകളൊക്കെ കൃത്യമായി ഞങ്ങൾക്ക് ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞു, വോട്ടർമാർ കൃത്യമായി പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് മൂന്ന് മുന്നണികളും ഒരുപോലെ അവകാശപ്പെടുന്നത്. പക്ഷേ NDA ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ കണക്കുകൾ കൃത്യമായി പറയുമ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ കണക്കുകൾ നിർത്തുമ്പോൾ വ്യക്തമായ കണക്കുകൾ നിർത്തിയ ഏക മുന്നണി NDA മാത്രമാണ്. അവർ കൃത്യമായി പാലക്കാട് നഗരസഭയിൽ ഇത്ര ഭൂരിപക്ഷം എന്തുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്നതെന്നടക്കമുള്ള വിശദമായ കണക്ക്. മറ്റൊന്ന് ഇതിൽ പ്രധാന സംഭവം, ഒന്ന് ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടായ ചെറിയ ആശയക്കുഴപ്പമാണ്. അത് എത്രത്തോളം വോട്ട് ഏതെങ്കിലും ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്ന് നമുക്ക് ഈ റിസൾട്ട് വരുമ്പോൾ മാത്രമേ അറിയാൻ കഴിയൂ. പക്ഷേ ഈ പത്രപരസ്യം, LDFിൻ്റെ ഈ പത്രപരസ്യം വലിയ രീതിയിൽ അത് ചർച്ചയായി. കാരണം ഈ പത്രത്തിൻ്റെ സർക്കുലേഷൻ നോക്കിയാൽ, വായനക്കാർ നോക്കിയാൽ വളരെ കുറവാണ് പാലക്കാട് മണ്ഡലത്തിൽ. പക്ഷേ ആ പത്രം ദൃശ്യമാധ്യമങ്ങളിലൂടെ, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വലിയ ചർച്ചയായി, വിവാദമായതോടെ അതെല്ലാവരും അറിഞ്ഞു. എല്ലാ ഇടങ്ങളിലും, ഓരോ മുക്കിലും മൂലയിലും അത് ചർച്ചയാകുന്ന സാഹചര്യമുണ്ടായി. അത് ഒരു തരത്തിൽ ആശയക്കുഴപ്പം ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ തന്നെ പല ഭാഗങ്ങളിൽ നമുക്ക് അറിയാനും കഴിയുന്നു. പക്ഷേ അത് അങ്ങനെ കരുതി ഒരു വലിയ വോട്ട് LDFിലേക്ക് പോകും എന്നൊന്നല്ല. പക്ഷേ ഈ N ബ്ലോക്കായി UDFിന് ആ വോട്ട് കിട്ടാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ന്യൂനപക്ഷം പതിവ് പോലെ തന്നെ UDFിനൊപ്പമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യമുണ്ട്. ഷാഫി പറമ്പിൽ എന്ന ഒരു നേതാവിന്, ജനകീയനായ പാലക്കാടിനെ അറിയുന്ന ഒരു നേതാവിന് ലഭിച്ച ഒരു സ്വീകാര്യതയുണ്ട്. അത് UDF മറ്റൊരു സ്ഥാനാർത്ഥി ഇറക്കുമ്പോൾ, രാഹുൽ മാങ്കൂട്ടമല്ല, അത് VT ബൽറാമിനെ ഇറക്കിയാലോ K മുരളീധരനെ ഇറക്കിയാലോ ആ സ്വീകാര്യത ലഭിക്കണമെന്നില്ല. എങ്കിൽ പോലും ഒരു എഡ്ജ് എപ്പോഴും UDFിന് ഉണ്ട്. കാരണം ഭരണ വിരുദ്ധ വികാരമുണ്ട്. അത് വലിയ രീതിയിൽ പ്രചാരണം ആയില്ലെങ്കിലും ചർച്ചയായില്ല. കാരണം LDFിനോ അല്ലെങ്കിൽ UDFിനോ NDAക്കോ ഭരണവിരുദ്ധ വികാരമോ ജനകീയ വിഷയങ്ങളോ കൃത്യമായി ചർച്ച ചെയ്യാൻ സാധിച്ചിട്ടില്ല. എങ്കിൽ പോലും ജനങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു വികാരമുണ്ട്. പെൻഷൻ കിട്ടാത്ത പ്രശ്നങ്ങളുണ്ട്. ഈ മാത്തൂരും കണ്ണാടിയിലെയും പിരായിരിയിലെയും കർഷകരുടെ പ്രശ്നങ്ങൾ വലിയ പ്രശ്നം തന്നെയാണ്. അവിടെ കർഷകർക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെയായി അവർ കൃഷി അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവരുടെ വരുമാന മാർഗം അടയുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ സ്വാഭാവികമായും അത് വോട്ടെടുപ്പിൽ പ്രതിഫലിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മറ്റ് രണ്ട് മണ്ഡലങ്ങളെ മാറ്റി നിർത്തിയാൽ പ്രവചനാതീതം എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. മുന്നണികൾ കണക്ക് അവരുടെ പ്രവർത്തകർക്ക് താൽക്കാലികമായി ഈ പറഞ്ഞ വോട്ടെണ്ണൽ അതിൻ്റെ ഒരു 11 മണി വരെ പൂർണ്ണഫലം വരുന്ന ഇതുവരെ ഒരു ആത്മവിശ്വാസം പകരുക എന്നതിനപ്പുറത്തേക്ക് ഇവർ പറയുന്ന കണക്കുകൾ യാഥാർത്ഥ്യമാകണമെന്നില്ല. ആര് വിജയിക്കുമ്പോഴും ഒരു നേരോ മാർജിൻ, ഒരു നേരിയ ഭൂരിപക്ഷത്തിന് വിജയിക്കുന്ന രീതിയിലേക്ക് എത്തിയോ എന്ന ഒരു സംശയം ജനിപ്പിക്കുന്നുണ്ട്. കാരണം അത്രയേറെ വാശിയ പോരാട്ടം നടന്നു, ഇഞ്ചോടിഞ്ച് പോരാട്ടം, ത്രികോണ മത്സരത്തിന് അരങ്ങൊരുങ്ങി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊന്നും ത്രികോണ മത്സരം ഉണ്ടായിരുന്നില്ല. LDF അപ്രസക്തമായിരുന്നു. ഈ തവണ സ്ഥാനാർത്ഥി എന്ന നിലയിൽ P സരിൻ വളരെ സജീവമായി എല്ലായിടങ്ങളിലും ഇടപെട്ടു. CPMനേക്കാൾ ആത്മവിശ്വാസം LDF സ്ഥാനാർത്ഥി സരിനുണ്ടായിരുന്നു. LDF കൃത്യമായി പ്രവർത്തനം നടത്തിയിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അവർക്ക് വിഭാഗീയത ഭീഷണിയായിരുന്നെങ്കിൽ പോലും സരിനെ കൊണ്ടുവന്ന് സരിൻ സ്ഥാനാർത്ഥി എന്ന നിലയിൽ സരിൻ നടത്തിയ പെർഫോമൻസ് അത് അനുകൂലമാകുമെന്ന ആത്മവിശ്വാസമുണ്ട്. അതിനപ്പുറത്തേക്ക് NDA ക്യാമ്പിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ പ്രധാന കാരണം RSSൻ്റെ സംഘടനാ സംവിധാനം പൂർണ്ണമായും മണ്ഡലത്തിലുടനീളം ചലിച്ചു എന്നതാണ്. ഓരോ ബൂത്തുകളിലും 2-ൽ കൂടുതൽ പ്രചാരകന്മാർ പ്രവർത്തിച്ചു. RSS പാരലൽ ഒരു സമാന്തര പട്ടിക തയ്യാറാക്കി. അവർക്ക് കൃത്യമായി വോട്ട് ചെയ്യുന്നവരുടെ ഒരു പട്ടിക തയ്യാറാക്കി. അതിൽ 95% പേരും വോട്ട് ചെയ്തു എന്ന വാദമാണ്, അല്ലെങ്കിൽ അവകാശവാദമാണ് RSSൻ്റെ അല്ലെങ്കിൽ BJPയുടെ ഭാഗത്തുനിന്നുള്ളത്. ആ അവകാശവാദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ആത്മവിശ്വാസത്തോടെ പോളിംഗ് പൂർത്തിയാകുമ്പോൾ ഇങ്ങനെ വിജയപ്രതീക്ഷ സാമൂഹ്യ ഓരോ ക്യാമ്പും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. ഇപ്രാവശ്യം നമുക്കറിയുന്നത് പോലെ എല്ലാ പാർട്ടികളും, അതായത് 3 പാർട്ടികളും അവരുടെ മെഷീനറി നന്നായി ചലിപ്പിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടിരിക്കുന്നതെന്ന കാര്യത്തിൽ സംശയം. ഒരു കണക്കൂടി പറയട്ടെ ഞാൻ.
അതായത് ഇപ്പോൾ പാർട്ടികൾ ബൂത്തുകളിൽ നിന്ന് എഴുതി കൂട്ടിയ കണക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ പോയി ഞാനൊന്ന് നോക്കുമായിരുന്നു. ഫീൽഡ് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഫീൽഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് CPIM-ഉം കോൺഗ്രസും BJP-യും തയ്യാറാക്കിയിരിക്കുന്ന അവരുടെ ബൂത്ത് തല കണക്ക്, ആ കണക്കും ആക്ച്വൽസും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ എണ്ണാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടായിരിക്കും, ആ കണക്കിലെ വോട്ടായിരിക്കും, ആ വോട്ടാണ് എണ്ണാൻ പോകുന്നത്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് കണക്ക് കൂട്ടുന്നത് നന്നായിരിക്കും. അപ്പോൾ ഈ മാത്രമല്ല വേറൊരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഇപ്പോൾ റോഷി പറയുമ്പം ഞാൻ ഓർക്കുന്നൊരു കാര്യം, ഈ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലും കോൺഗ്രസിൻ്റെ കണക്കൂട്ടലും നടത്തി, CPM-ൻ്റെ കണക്കൂട്ടലും നടത്തി. അവിടെ രണ്ടിടത്തും BJP ഒരു കണക്കൂട്ടലും നടത്തിയിട്ടില്ല. കാരണം വെച്ചാൽ അവർക്ക് ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം 2 മണ്ഡലം അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവർ അത്തരത്തിലുള്ള കണക്കൂട്ടലുകളൊന്നും നടത്തിയിരുന്നില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ കണക്കും CPM-ൻ്റെ കണക്കും ശരിയായിരുന്നു എന്നുള്ളതാണ് തൃക്കാക്കരയും പുതുപ്പള്ളിയും നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നത്. കാരണം തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും കോൺഗ്രസ് ഇടതുപക്ഷം വിജയിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ പ്രതീക്ഷിക്കാവുന്ന 2 മണ്ഡലങ്ങളല്ല പുതുപ്പള്ളിയും തൃക്കാക്കരയും. മാത്രമല്ല രണ്ടിടത്തും ഒരു സഹതാപ രംഗം നിലനിന്ന സമയത്താണ് ആ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടലുകൾ സത്യത്തിൽ അതിനേക്കാളും കവച്ചു വെക്കുന്ന രീതിയിലുള്ള ഭൂരിപക്ഷമാണ് രണ്ടിടത്തും ഉണ്ടായത്. ഇവിടെ അങ്ങനെ ഒരു തരംഗമുണ്ടോ? ഇവിടുത്തെ പാലക്കാട് തരംഗമല്ല. പാലക്കാട് 3 മുന്നണികളും വളരെ ആത്മാർത്ഥമായി ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. യാതൊരു സംശയവും അക്കാര്യത്തിനകത്ത് വേണ്ട. അക്കാര്യത്തിൽ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് BJP തന്നെയാണ്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് പിടിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. എന്നാൽ മാത്രമേ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് എന്തെങ്കിലും നേട്ടം കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയണമെങ്കിൽ അതിൻ്റെ ഒരു അടിസ്ഥാനശിലയായിട്ട് പാലക്കാട് വരണം. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവൻ മരണ പോരാട്ടമാണെന്ന കാര്യത്തിൽ ആർക്കാണ് തർക്കം? UDF-നെ സംബന്ധിച്ചിടത്തോളമോ ഈ സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ 26 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചൊരു വലിയ ചോദ്യം അവരുടെ മുന്നിൽ വരും എന്നുള്ളതാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയൊന്നും അവർ വെച്ച് പുലർത്തുന്ന ഒരു മണ്ഡലം അല്ലെങ്കിൽ കൂടി നേരത്തെ റോഷിപാൽ പറഞ്ഞ കണക്ക് 2ാം സ്ഥാനത്തെത്തുക എന്നുള്ളതാണ് മത്സരം, അല്ലെ? 2ാം സ്ഥാനത്തെത്തിക്കൊണ്ട് പിന്നെ അടുത്ത ഘട്ടത്തിൽ വീണ്ടും നില മെച്ചപ്പെടുത്തിയാൽ തന്നെ LDF-ന് അതൊരു വിജയമാണ്. UDF-ന് തുടർച്ചയായി അവരുടെ സിറ്റിംഗ് സീറ്റാണ്, ഭൂരിപക്ഷത്തിൽ മാത്രമാണ് വ്യത്യാസം വന്നിട്ടുള്ളത്. നമുക്ക്